എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ടീം 11 മെമ്പേഴ്സ് അവരാണെങ്കിൽ ടീം 4 മെമ്പേഴ്സുമായിട്ട് 150 പറഞ്ഞ് 100 പറഞ്ഞ് പോരിഞ്ഞ തർക്കം. അത് കേട്ട് സാക്ഷാൽ ക്യാപ്റ്റൻ ഉനഹാന അവൾ പുറത്തേക്ക് വരും. ഉനഹാനയാണെങ്കിൽ അവർ നോക്കി സ്നേഹത്തോടെ കാഷ്വലായിട്ട് സംസാരിക്കേണ്ട കാര്യം കാഷ്വലായിട്ട് സംസാരിക്കുന്ന അതേ നിമിഷം അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവരവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത മറ്റു ചില സ്ക്വാഡ് മെമ്പേഴ്സ് ആണെങ്കിൽ ക്യാപ്റ്റൻ ഐസോടെ അദ്ദേഹത്തിന്റെ ആക്ഷനും അദ്ദേഹം ഇവിടം വിട്ടു പോയ കാര്യങ്ങളെല്ലാം പരസ്പരം അങ്ങനെ പറയാണ്. ക്യാപ്റ്റൻ ഐസന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡബിൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇച്ചിഗോൺ ടീം അവരാണെങ്കിൽ തിരികെ എർത്തിലേക്ക് പോവാൻ റെഡി ആവുകയാണ്. ഇവിടെ നമ്മുടെ റുക്കിയ അവൾ ഒരുപാട് വിഷമത്തില് ഫുക്കാഗുയുടെ വീടിനടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഫുക്കാഗുവിനോട് മാപ്പ് പറയും. റുക്കിയാണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എൽഡർ ബ്രദറിനെ എനിക്ക് മനസ്സറിയാതെ കൊല്ലേണ്ടി വന്നു. അതിന് ഫുക്കാഗു അവളാണെങ്കിൽ ഇപ്പൊ റുക്കിയെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ക്യാപ്റ്റൻ ഫുക്കിത്താക്കി, ആളെല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അന്ന് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ ആവശ്യമില്ലാതെയാണ് ഇത്രയും കാലവും നിന്നെ കുറ്റപ്പെടുത്തിയതും എനിമയായിട്ട് നിന്നെ കണ്ടതും. അതിൽ ഞങ്ങൾക്കിപ്പോ ഒരുപാട് കുറ്റബോധമുണ്ട്. ഫുക്കാഗുവും അവളുടെ ബ്രദറും അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോ നമ്മുടെ റുക്കിയയ്ക്ക് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അതേസമയം ഹീറോ ഇച്ചിഗോയും ഒർഹിബയും അവർ രണ്ടുപേരും റുക്കിയെ അന്വേഷിച്ച് അവിടേക്ക് എത്തുകയാണ്. ഹീറോ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് റുക്കിയോട് പറയും, എത്രയും വേഗം നീ റെഡി ആവണം, നമുക്ക് ഇവിടം വിട്ട് പോവാൻ സമയമായി. നമ്മുടെ ക്ലാസ്മേറ്റ്സും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോണം. അതിന് റുക്കിയാണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് പറയും, എന്നെ കൊണ്ട് തിരികെ ഹ്യൂമൻ വേൾഡിലേക്ക് വരാൻ കഴിയില്ല. നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്, ഒരു കാരണവശാലും നിങ്ങൾ ആരെയും ഞാൻ മറക്കില്ല. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഇവിടം വിട്ടുവരാനാവില്ല. തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ ഞാൻ ഹ്യൂമൻ വേൾഡിലേക്ക് വരും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ ഇവിടേക്കും വരാവുന്നതാണ്. നിങ്ങളെല്ലാവരും എന്നും എൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഇതാണ് എൻ്റെ വീട്. എനിക്ക് ഈ സോൾ സൊസൈറ്റിയിൽ തന്നെ എൻ്റെ ലൈഫ് മുഴുവൻ ജീവിച്ച് തീർക്കണം. അതിന് ഹീറോയും ഓക്കെ പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ തിരികെ എർത്തിലേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോർട്ടലൊക്കെ ഓപ്പൺ ചെയ്ത് ഇച്ചിഗോയും ടീമും ആ പോർട്ടലിന് മുൻപിലേക്ക് വരും. ക്യാപ്റ്റൻ ഉക്കിത്താക്കി ബാക്കിയുള്ള സോൾ റീപ്പേഴ്സ് അവരെല്ലാവരും അങ്ങനെ നമ്മുടെ ആൾക്കാരെ നോക്കും. ഉക്കിതാക്കി ആണെങ്കിൽ ഒരു സോൾ റീപ്പർ ബാഡ്ജ് അത് ഹീറോയ്ക്ക് കൊടുക്കും. കാരണം നമ്മുടെ ഹീറോയും ഇപ്പോൾ ഒരു സോൾ റീപ്പറാണ്. അങ്ങനെ ഒരു സോൾ റീപ്പറായ സന്തോഷത്തിൽ നമ്മുടെ ഹീറോയും ഗ്യാങ്ങും ആ പോർട്ടൽ വഴി ഇപ്പോൾ ഹ്യൂമൻ വേൾഡിലേക്ക് പോവാണ്. ഇപ്പൊ സോൾ റീപ്പർ ക്യാപ്റ്റൻസിന് പലർക്കും നമ്മുടെ ഹീറോയെയും ടീമിനെയും വിട്ടുപിരിയാൻ ഒരുപാട് വിഷമം തോന്നും. എല്ലാവരും ഹീറോയെയും അവന്റെ ഫ്രണ്ട്സിനെ ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഹ്യൂമൻ വേൾഡിൽ ഉറഹറയും അവന്റെ ടീമും അവരാണെങ്കിൽ ഇച്ചിഗോ ആ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇച്ചിഗോയെ കാണേണ്ട താമസം ഉറഹറ ആളുടെ തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് ഹീറോയുടെ കാലിൽ വീണ് അങ്ങനെ മാപ്പ് അപേക്ഷിക്കും. അതിന് ഹീറോ ആണെങ്കിൽ ആൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഉറഹറയെ അങ്ങനെ എഴുന്നേൽപ്പിച്ച് ആളോട് പറയും, നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങൾ യൂസ് ചെയ്ത് സ്പോയിലാക്കിയ റുക്കിയോടാണ്. അതിനുശേഷം ഉറഹറയാണെങ്കിൽ അവരോരോരുത്തരെയും ആളുടെ പായിൽ കയറ്റി ഓരോരുത്തരുടെയും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ഇപ്പൊ കുറോസാക്കി ക്ലിനിക്കിലേക്ക് വരും. നെക്സ്റ്റ് ഡേ ഹീറോ കണ്ണു തുറന്ന് പഴയതുപോലെ അവന്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റുക്കിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൻ അവളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി അവന്റെ സ്കൂളിലേക്ക് എത്തും. ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെക്കേഷൻസ് ഒക്കെ അടിച്ചു പൊളിച്ചാണ് അവർ തിരികെ എത്തിയിരിക്കുന്നത്. വെക്കേഷൻ ഓരോരുത്തരും എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കണ്ടു എന്നുള്ള സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ പരസ്പരം പറയും. അപ്പൊ അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ഇച്ചിഗോയെ കാണിക്കും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ യാതൊരു സന്തോഷവും ഇല്ല. അവൻ വെക്കേഷൻ മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർത്തത് റുക്കിയയ്ക്ക് വേണ്ടിയാണ്. അവളെ തിരികെ കൊണ്ടുവരാനാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടത്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റുക്കിയെ തിരികെ കൺവിൻസ് ചെയ്ത് ഈ ഹ്യൂമൻ വേൾഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഹീറോ ആണെങ്കിൽ അവളുടെ ചെയറിലേക്ക് തന്നെ നോക്കും. അവൻ ആ ചെയറിലേക്ക് നോക്കി സാഡായിട്ടിരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ റാഞ്ചിയുടെ ശബ്ദം അതവൻ കേൾക്കുക. റാഞ്ചിയുടെ ശബ്ദം കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോ അവനാണെങ്കിൽ പുറത്തേക്ക് ചാടി ഓടി വരികയാണ്. റാഞ്ചിയെ കണ്ട ഹീറോ അവൻ റാഞ്ചിയെ പിടിച്ചു വലിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. ഒച്ച വെക്കരുത് എന്റെ ഫ്രണ്ട്സ്, അവർക്കാർക്കും എന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതിന് റാഞ്ചി പറയും, റുക്കിക്ക് ശേഷം കാരക്കൂറ സിറ്റിയിലെ സോൾ റീപ്പർ സ്ഥാനം
അത് സോൾ സൊസൈറ്റി എനിക്കാണ് തന്നത്. സോ ഞാനാണ് ഈ കാരക്കോറ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാക്ഷാൽ സോൾ റീപ്പർ. അത് കേൾക്കുമ്പോൾ ഹീറോ അവന്റെ മനസ്സിലേക്ക് വീണ്ടും റുക്കിയയുടെ ചിത്രം അതങ്ങനെ കടന്നു വരും. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന അതേസമയം ഒരു ഹോലോ അവരുടെ ക്ലാസ്സിനെ ലക്ഷ്യമാക്കി അങ്ങനെ ചാടി വരികയാണ്. ഒറീബയുടെയും മുടിയന്റെ ഒക്കെ സോളിനെ സെൻസ് ചെയ്ത് അതങ്ങനെ ക്ലാസ് റൂമിന് നേരെ പാഞ്ഞെത്തും. അടുത്ത നിമിഷം നമ്മുടെ ഇച്ചിഗോ അവനങ്ങനെ ഫ്ലൈ ചെയ്തു വന്ന് ആ ഒരു ഹോലോയെ തല്ലി തല്ലി കൊല്ലുകയാണ്. കട്ട് ചെയ്ത ഇവിടെ റാഞ്ചി അവനാണെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റേ ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഉറഹറയുടെ ഷോപ്പിലേക്ക് വരും. പിന്നീട് സോൾ സൊസൈറ്റിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പിയായി ഫുഡ് കഴിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. ഇനി മുതൽ നമ്മുടെ റാഞ്ചി അവൻ ഉറഹറയുടെ ടീമിലെ ഒരു മെമ്പറായിട്ട് അവിടെ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ട്രെയിനിങ് എടുക്കുന്ന നമ്മുടെ ഒറീബയെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ കുഞ്ഞു കുഞ്ഞു സോളുകളൊക്കെ അങ്ങനെ ചുറ്റും നിരത്തി വെച്ച് നന്നായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും മുടിയൻ അവൻ അവിടേക്ക് എത്തും. ഒറീബയ്ക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് വല്ലാത്ത ടെൻഷനാണ്. അത് മനസ്സിലാക്കിയ മുടിയനാണെങ്കിൽ അവൾ ഉപദേശിക്കും, വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിന്റെ പവറൊക്കെ നിനക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മുടിയനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഇച്ചിഗോയും അവന്റെ ഡെമോസോളും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയിടി ബഹളം. ആ ഡോളാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ മുഖത്ത് ആഞ്ഞടിക്കും. നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ സിസ്റ്റേഴ്സ് അവരെന്നെ ഒരു ലേഡി ഡോളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല. നീ എന്നെ എത്രയും വേഗം ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എല്ലാ ഫെസിലിറ്റിയും തന്ന് ഇപ്പൊ തന്നെ മാറ്റണം. ഹീറോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ചത്താ മതിയെന്നാവും. അവനാണെങ്കിൽ ഇപ്പോ ആ ഡോള് പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ മാറിപ്പോവും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഒറീബ അവളിപ്പോ അവളുടെ വീട്ടിലേക്ക് വന്ന് സമാധാനമായിട്ട് ഉറങ്ങുകയാണ്. ഒറീബയ്ക്കാണെങ്കിൽ എപ്പോഴും അവളുടെ ബ്രദറിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അവൾ അങ്ങനെ ബ്രദറിനെ കുറിച്ച് ആലോചിച്ച് ഡോർ ലോക്ക് ചെയ്യാനായി ഡോറിനരികിലേക്ക് വരുമ്പോഴായിരിക്കും ആരോ പുറത്ത് നിൽക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുക. അവൾ ഡോർ തുറക്കും. മറ്റാരുമല്ല, അവളുടെ സ്വന്തം ബ്രദർ. അവനാണെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ട് അവളുടെ തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. ഒറീബയ്ക്കാണെങ്കിൽ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. എന്റെ ബ്രദർ അവനെങ്ങനെ തിരിച്ചു വന്നു, എന്താ സംഭവിക്കണേന്നൊക്കെ ചിന്തിച്ച് അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒറീബയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു മുഹൂർത്തമാണിത്. കാരണം അവളുടെ ബ്രദർ മരിച്ചിട്ട് ഒരുപാട് കാലമായി. ആണെങ്കിൽ ഒരുപാട് സ്നേഹത്തില് ബ്രദറിനോട് സംസാരിച്ച് ആൾക്ക് വേണ്ടതെല്ലാം തന്നെ കൊടുക്കുകയാണ്. പിന്നീട് ബ്രദർ ആണെങ്കിൽ അവളെ അവനോടൊപ്പം കൊണ്ടുപോകാനായി അവൾക്ക് നേരെ കൈ നീട്ടും. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ കൈ കൊടുക്കും. അടുത്ത നിമിഷം അവരുടെ വീടിന്റെ പുറത്ത് വലിയൊരു പൊട്ടിത്തെറിയോട് കൂടെ എന്തോ ഒരു ഡോർ അത് ഓപ്പൺ ആവുകയാണ്. ആ ഡോറിന്റെ പവർ അത് സെൻസ് ചെയ്ത് ഹീറോയും റാഞ്ചിയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. പക്ഷെ അപ്പോഴേക്കും ഒറീബ അവളെ ഡോറിനുള്ളിലൂടെ അകത്തേക്ക് പോവാണ്. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞ് അലർന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.